മമ്മൂട്ടിക്കെതിരെ മമ്മൂട്ടി വിളിച്ചു, മമ്മൂട്ടിക്കെതിരെ പറഞ്ഞു, അങ്ങനെ മമ്മൂട്ടിക്കെതിരെ ഒക്കെ പറയാൻ സാന്ദ്ര എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു പിന്നെ കുറെ കമന്റുകളൊക്കെ. മമ്മൂട്ടി ഇതിനകത്തേക്ക് വലിച്ചിട്ടു, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നും ചോദിച്ചവരുണ്ട്. എന്നോടൊരു ചോദിച്ച ചോദ്യമാണ്. ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും ഉന്നത പൊസിഷനിലിരിക്കുന്ന ലാലേട്ടനും മമ്മൂക്കയും, ഈ രണ്ട് വ്യക്തിത്വങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ ഈ രണ്ട് വ്യക്തികൾ എന്നെ വിളിച്ചിരുന്നോ, അവരിതിനെ എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താണോ ഉണ്ടായത് അത് ഞാൻ പറഞ്ഞതാണ്. അതിനകത്ത് ഞാൻ വെള്ളം കലർത്തിയിട്ടില്ല, അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടില്ല. അതൊരു റൈറ്റ് ടൈമിലല്ലായിരുന്നു അങ്ങനെ ഒരു കോള് വന്നത്. ഞാൻ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഭീഷണി സ്വരത്തിൽ എന്നെ വിളിക്കുമ്പോൾ അന്ന് എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം കൂടെ ആയിരുന്നു. അതുകൊണ്ടായിരിക്കാം ചോദിച്ചപ്പോൾ ഞാനത് പറഞ്ഞത്. ഈ ഒരു വിഷയത്തിനകത്തും, സ്ത്രീകൾക്കെതിരായിട്ടുള്ള വിഷയത്തിനകത്തും പ്രതികരിക്കില്ല, അല്ലെങ്കിൽ വളരെ സേഫർ സോണിൽ നിന്നുകൊണ്ട് കളിക്കുകയാണ് മെഗാ സൂപ്പർ താരങ്ങൾ എന്നാണോ? അതവരുടെ നിലപാട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ നിലപാട്. അവർക്കത് സ്ത്രീകളുടെ വിഷയം വരുമ്പോൾ പ്രതികരിക്കണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്ത്രീകളെ ഇതുപോലെ വിളിച്ച് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തും. അതവരുടെ നിലപാടാണ്. അതിൽ ചോദ്യം ചെയ്യാൻ നമ്മളാരും അല്ലല്ലോ. ഈ ഹേമ കമ്മിറ്റി എന്തായാലും ഈ കറക്റ്റ് ഒരു വർഷം ആവുന്ന സമയം സെക്ഷൽ ഹറാസ്മെന്റും കാസ്റ്റിംഗ് കൗച്ചും മലയാള സിനിമയിൽ അവസാനിച്ചോ? ഇല്ല, അവസാനിച്ചിട്ടില്ല. അത് രീതി മാറിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. പഴയ രീതിയല്ല, പുതിയ രീതികൾ മാറുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഒരു സേഫ് സ്പേസ് ആയിട്ടില്ല.